തൃശൂർ DCC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ഡൽഹിയിൽ KC വേണുഗോപാലിന്റെ അവസ്ഥയിൽ ചർച്ച നടക്കുകയാണ്. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, അനിൽ അക്കരെ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. DCC അധ്യക്ഷന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. കയ്യാങ്കളിയെ തുടർന്ന് സസ്പെൻഷനിലായവരെ തിരിച്ചെടുക്കണമെന്ന് K മുരളീധരനും ആവശ്യമുന്നയിച്ചു. ധനസബോധുണ്ടായ വിവരങ്ങൾ നൽകാൻ ധനസബോധ ആർക്കാണ് സാധ്യത? ഇപ്പോൾ ഈ ചർച്ചയിൽ മുൻതൂക്കം ജോസഫ് ടാജറ്റിന് തന്നെയാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഉയർന്നു നിൽക്കുന്നത്. അതേസമയം ഈ ചർച്ച വഴിമുട്ടുന്നത് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ കാര്യത്തിലാണ്. കാര്യം, ഈ കയ്യാങ്കളിയെ തുടർന്ന് ജോസ് വള്ളൂരും DCC പ്രസിഡന്റും നേരത്തെ UDF ജില്ലാ ചെയർമാനായിരുന്ന വിൻസെന്റുമാണ്, രണ്ടുപേരുമാണ് ഒരുമിച്ച് പുറത്തു പോകേണ്ടി വന്നത്. പക്ഷേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഈ കയ്യാങ്കളിയിൽ ഇവരുടെ ഗൂഢാലോചനയില്ല ഉൾപ്പെടെ ഇവർക്ക് നേരത്തെ പറഞ്ഞത് കേട്ടതുപോലെ തന്നെ ഇവർക്ക് വലിയ പങ്കില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സുധാകരന്റെ ആവശ്യം, PCC അധ്യക്ഷൻ K സുധാകരന്റെ ആവശ്യം ജോസ് വള്ളൂരിന് ഈ ഏതെങ്കിലും ഒരു മാന്യമായ പദവി നൽകിക്കൊണ്ട് മാത്രം പുനഃസംഘടന DCC പ്രസിഡന്റ് നടത്തിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായും KPCC ജനറൽ സെക്രട്ടറി പദമാണ് കിട്ടേണ്ടിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ K സുധാകരൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച. കാരണം ഇപ്പോൾ ഒരു ഭാഗത്ത് K മുരളീധരൻ വലിയ സമ്മർദ്ദത്തിലാണ്. കാര്യം, അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ പ്രധാന കാര്യം അദ്ദേഹത്തിന്റെ അനുകൂലികളെയാണ്. ഈ മർദ്ദനത്തിന് ഇരയായവരെയാണ് ഇപ്പോഴും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത്. സജീവൻ കുര്യാച്ചിറ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോഴും 6 മാസമായി പുറത്താണ് നിൽക്കുന്നത്. അവരെ കൂടി ഇതിനകത്ത് അവരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ശ്രീകണ്ഠൻ MPക്കാണ് അവിടെ അധിക ചുമതലയുള്ളത്. ശ്രീകണ്ഠൻ ഇത് MP എന്ന ചുമതല തന്നെ വലിയ ഭാരിച്ച ചുമതലയാണ്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ചുമതല കൂടി വഹിച്ചുകൊണ്ട് പോകുന്നത് അത് അമിതഭാരമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുണ്ട്. അതുകൊണ്ട് ഇനി DCC ഓഫീസിലേക്ക് വരുന്നത് പദവി ഒഴിഞ്ഞ് പുതിയ പ്രസിഡന്റിന് സ്ഥാനം കൈമാറാൻ വേണ്ടിയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തണം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ പോലും ഈ ജോസ് വള്ളൂരിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്.